ഡോറ് ക്ലോസാ. എടാ ഈ സാധനം എന്റെ മോനെ ഇതെങ്ങോട്ടാ? അയ്യോ ഈ വക അടച്ച്, അയ്യോ ഈ വക അടച്ച്, ഈ വക ഓപ്പണായി. ഓടിക്കോ, വെട്ടമൊന്നും ഇല്ലേ കയ്യില് എന്റെ മോനെ. അയ്യോ ഇതാണോ വഴി എന്ന് എനിക്കറിയില്ല. നോ എഴുതിയൊക്കെ നടത്തത്. അയ്യോ പുറകെ ഉണ്ട്. വഴി മറന്നുപോയി. അയ്യോ അയ്യോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു ഗെയിം പ്ലേ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കുന്ന ഗെയിമാണ് പോപ്പി പ്ലേ ടൈം. കുറേ കാലമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചെയ്യണം എന്ന് പറയുന്നൊരു ഗെയിമാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇനി മുതൽ റെഗുലർ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇതുപോലത്തുള്ള ഷോർട്ട് ഗെയിംസ് ചെയ്തു പോകുന്നതായിരിക്കും. അതിൽ മൾട്ടിപ്ലെയർ ഗെയിംസ് ഉണ്ടാവും, ഹൊറർ ഗെയിംസ് ഉണ്ടാവും, എല്ലാ ടൈപ്പ് ഗെയിംസ് നമ്മൾ ചെയ്യും. ഒരുപാട് ലെങ്ത് ഇല്ലാത്ത കൊച്ചു കൊച്ചു ഗെയിംസ് ആയിരിക്കും നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ എന്തായാലും പോപ്പി പ്ലേ ടൈം എന്താണ് സംഭവം നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം ടോട്ടൽ 4 ചാപ്റ്റേഴ്സ് ആണ് ഈ ഒരു ഗെയിമിലുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ന്യൂ ഗെയിം. ആദ്യം തന്നെ എന്തോ ഒരു വീഡിയോ ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. You are about to see the most incredible doll ever invented. മോസ്റ്റ് ഇൻക്രെഡിബിൾ ഡോളോ? Poppy, and she is the first truly intelligent doll in the world. A little girl can talk to her. Poppy gives her answers. She is the first doll actually able to have a conversation with a child. Hard to believe. ഏതോ ഇന്റലിജന്റ് ഡോളിന്റെ കാര്യമായിട്ടാ പറയുന്നത്. Let's watch. നമ്മുടെ ഇപ്പോഴത്തെ AI ഒക്കെ പോലെ വല്ലതായിരിക്കും. ഇതാണോ പോപ്പി? Poppy's as lovable as a real girl, and she talks like one too. Hi, my name is Poppy. I love you. Can you help me polish my shoes? Why, of course, Poppy. Just like a real girl, Poppy always wants to look her best. Perfect. Thank you. Her hair is sturdy and won't come out when you brush it, and smells just like a poppy flower. Is there anything else you'd like to say, Poppy? $5.99. I'm a real girl. Just like you. What's the time? Playtime! And if you've ever wanted to see how all of the nation's favorite toys were created, okay. ഇതാ ഡോളിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടറിയാണ് കേട്ടോ. An entire hour in the most magical toy factory on earth. What are you waiting for? Come visit the factory. Most intelligent doll in the world. അതെന്തോടെ ഇടയ്ക്ക് തല ഇളകി കിടക്കുന്ന നമുക്കൊരു വിഷ്വൽ കാണിച്ച്. പിന്നീട് അവിടെ എന്തോ സംഭവിച്ചു. പോപ്പി പ്ലേ ടൈം. ഓക്കെ. എവ്രിവൺ തിങ്സ് ദി സ്റ്റാഫ് ഡിസപ്പിയർഡ് 10 years ago. We are still here. Find the flower. Find the flower. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാഫുകളെല്ലാം 10 വർഷം മുമ്പ് ഡിസപ്പിയർ ആയിപ്പോയി, കാണാതായി പോയി എന്നാണ്. പക്ഷേ അതിനകത്ത് കൊടുത്തേക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ആ പൂവ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഒരു ഫ്ലവറിൻ്റെ പടം കൊടുത്തിട്ട് അത് ഫ്ലവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ കാണാതെ പോയ സ്റ്റാഫുകളെ കണ്ടെത്താൻ പറ്റുമോ? അപ്പോൾ ഇതാണ് കേട്ടോ ഫാക്ടറി. നമ്മളിപ്പോൾ ഫാക്ടറിയുടെ അകത്തേക്ക് വന്നു. ഷിഫ്റ്റ് ചെയ്യിക്കുക, സ്പ്രിൻറ്റ് ചെയ്യുക. ഇതെന്ത് വെൽക്കം. ഓക്കെ, ഇതെന്തോ ഇരിക്കുന്നത്. എടേ ഈനൊക്കെയാ എടുക്കാം കേട്ടോ. ആ സാധനം ഞാൻ എടുത്തത്. അതിന് എങ്ങോട്ട് എവിടെ ഇടാൻ അതിനകത്ത് ഇൻസേർട്ട് ചെയ്ത്. ഓക്കെ. Hi, my name is Leith Pierre, and I'm the head of innovation here at the Playtime Co. Toy Factory. If you're seeing this, then you're trespassing. Yeah, we play this little tape on loop whenever we close the factory for the day. So, trespasser, just to make you aware, while we pride ourselves primarily on our high-quality toys and excellent child care, we also pride ourselves on our security. For example, this facility is full of hidden motion triggers, which, once set off, will turn on the factory's emergency alarms and directly contact the authorities. And that's one of the more tame aspects of our... നമ്മളിവിടെ ട്രെസ്പാസ് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് വാർണിംഗ് തരുവാണ് കേട്ടോ. You've got my warning. It's not too late to turn around. I just hope that you're certain whatever you're doing is worth it. ഓക്കെ. നമ്മുടെ അടുത്ത് പറയുന്നത് ഇപ്പൊ വേണേ തിരിച്ചു പോക്കോ, ഇല്ലെങ്കിൽ പണി പാടും എന്നുള്ളതാ. ഇതെന്തുവാടെ ഇവിടെ ഒരു കൈപ്പത്തി ഇരിക്കുന്നേ. ഇതിന് താഴെയൊക്കെ ആ ഡോളുകളുടെയൊക്കെ മഷിയോ ബ്ലഡോ ഇതെന്ത് സംഭവം. ഈ കൈപ്പത്തി കൊണ്ട് എന്തോ ഉപയോഗം വരും കേട്ടോ.
ഇന്ററാക്ട്. ഓ എടാ, ഇത് ഈ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള എന്താണ് പാസ്വേഡ് ആണ് കേട്ടോ. ഈ കളേഴ്സ് ഇവിടെ കളേഴ്സ് ഉള്ളത് നോക്കട്ടെ. കളേഴ്സ് ഉള്ള സ്ഥലത്ത് പോയിട്ട് കണ്ടുപിടിക്കണം. ആ കറക്റ്റ് കളർ കോഡ് നമ്മൾ ആ പാറ്റേണിൽ തന്നെ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ഓപ്പൺ ആയി വരുമെന്ന് കേട്ടോ. ഇതാണോ കളറ്? പച്ച, പിങ്ക്, മഞ്ഞ, ചുമപ്പ്. പച്ച, പിങ്ക്, മഞ്ഞ, ചുമപ്പ്. മാറ്. പച്ച, പിങ്ക്, മഞ്ഞ, ചുമപ്പ്. നോക്കട്ടെ ഗൈസ്, അതാണോ ഒന്ന്? പച്ച, പിങ്ക്, മഞ്ഞ. ഓക്കേ, ഓപ്പൺ ആയേ. ഇത് ഇവരുടെ സെക്യൂരിറ്റി റൂം എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് മൊത്തം ഇതെന്തോ ഡിസ്പ്ലേ ആണെന്ന് തോന്നുന്നു. അടുത്ത ഡിസ്പ്ലേ. പ്ലേ ടൈം, ഗ്രാബ് പാക്ക്. ഓ ഓക്കെ. ദേ ഈ ഇരിക്കുന്ന ഈ സാധനം കേട്ടോ, ഗ്രാബ് പാക്ക്. അത് നമുക്കെടുത്ത് നമ്മുടെ ദേഹത്ത് ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ ഇതായിട്ട് ഉപയോഗിക്കുക. അത് കണ്ടോ, വീഡിയോ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ഓ നൈസ്, അത് കൊള്ളാം. വലിച്ചൂരി പ്ലഗൂര്. ഇല്ല, വരത്തില്ല. അത് ജസ്റ്റ് നനങ്ങിയല്ലേ. ഇത് കൊള്ളാം കൈസ്. ഇത്ര ദൂരം പോകും നോക്കട്ടെ. ഓ നല്ല ഡിസ്റ്റൻസ് പോവും. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടത്. വലിച്ചോണ്ട് പോകാൻ പറ്റൂ? അവിടുന്ന് കണക്ട് ചെയ്തിട്ട് എവിടെ വരെ പോകുന്ന നോക്കട്ടെ. ഭയങ്കര ഡിസ്റ്റൻസ് പോകും കേട്ടോ. ഇത്രേ പോകുന്നുള്ളൂ വരുന്നു. ഓ ഓക്കെ. ഇവിടെ ഒരു നീല കൈ കണ്ടില്ലേ? അപ്പോഴത് ഓർത്തെ ഇതിനകത്ത് കൊണ്ട് തൊടാനായിരിക്കും. ഓക്കെ, ദേ അവിടുന്ന് ഒരു വകി ഓപ്പണായി. എന്റെ മോൻ, ഇതെന്തോ ഇരിക്കുന്നേ? പ്ലേ ടൈം. ഇതിൽ അവിടെ ഉണ്ട് കേട്ടോ ഒരു കൈ. ഇപ്പൊ അതിന്റെ കയ്യിലൊരു താക്കോല് എടുത്ത് ചുമന്ന കൈ കൊണ്ട്. ഓ ഇവിടെ എനിക്ക് തോന്നി നമുക്ക് ഇപ്പൊ നമ്മുടെ കയ്യിരിക്കുന്ന ഈ ഒരു നീല കൈ പോലെ തന്നെ ഒരു കൈ കൂടെ ഉണ്ട്, ഒരു ചുമപ്പ് കളറിലേയും കൂടെ. അതും കൂടെ രണ്ടും കൂടെ ഒന്നിച്ചുകൊണ്ട് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ എന്താ ഇത് ഓപ്പൺ ആവത്തുള്ളൂ കേട്ടോ. അപ്പൊ എന്തു ചെയ്യണ്ടേ? ഈ ഡോറിനോ? ഓ ഇതിന്റെ താക്കോലാണോ ഇപ്പൊ എനിക്ക് കിട്ടിയത്? ഓ ഓക്കെ. ഇരുട്ട് മുറിയ. ഇതൊരു സൗണ്ട് കേട്ടെ. ഡോറടഞ്ഞ സൗണ്ട് ആയിരിക്കും. ഓക്കെ. അവിടുന്ന് കറണ്ട് ഇങ്ങോട്ട് കൊടുക്കാൻ എന്തോ കേട്ടോ. ഇതിനെ കണക്ട് ചെയ്തപ്പോൾ അത് കത്തി. അതും കത്തി. എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എടേ, ഇവിടെ നിന്ന് ഞാൻ സാധനം എന്തിയടേ? ഇവിടെ ഞാൻ നീല പ്രതിമയെ കാണുന്നില്ല. ഇവിടെ ഉണ്ട്. ഇവത്തില്ലേ നമുക്ക് താക്കോല് എന്ന സാധനം. ദേ അതിന്റെ ഒരു ചെറിയ രൂപം അതിനകത്ത് എടുക്കാൻ പറ്റുമോ? ഇത് പണിയാവും കൈസ്, ഉറപ്പാ. ഇനി ഒന്നുകൂടി ഇതിനകത്ത് ഞെക്കി നോക്കിയാലോ? ഓക്കെ, അടുത്ത വഴി ഓപ്പണായി. ആ സാധനം എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല കേട്ടോ. എന്റെ മോനെ, അതെന്തുവോ? അയ്യോ, ഡോർ ലോക്കാ. ഒരു വല്ലാത്തൊരു മ്യൂസിക്, നമ്മുടെ ലിറ്റിൽ നൈറ്റ് മേഴ്സ് ആയി കളിച്ചിരുന്ന സമയത്തുള്ള മ്യൂസിക് പോലെ. ഗൈസ്, ഈ വഴിയെ ഞാൻ ഒറ്റയ്ക്ക് പോണം, എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഓടിക്കോ. മുട്ടയുടെ തല. ഇത് ഡോർ വല്ലതും ആണോ?
പോയി നോക്കാം എന്തായാലും. എത്തൂടെ? ഓ ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ കൊണ്ടുവച്ച സാധനം കണ്ടോ, ഇതുപോലത്തെ ഓരോ കളറിലേ ഉണ്ട്. അതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ വെക്കണം. അപ്പൊ എന്തെങ്കിലും സംഭവിക്കുമായിരിക്കും. നോക്കട്ടെ എവിടെ കിട്ടൂടേത് ബാക്കി. ഇതേ ഇരിക്കുന്ന റെഡ് കിട്ടി. ലൈറ്റ് കത്തുന്നല്ലോണ്ട് പച്ച. ഇവിടെ ഞാനൊരു പച്ച ലൈറ്റ് കണ്ട്. പച്ച. ഇനി ഒരു കളർ കൂടെ ഉണ്ടല്ലോ കിട്ടാൻ. അതെവിടെ ആയിരിക്കും? ഇതിന്റെ പുറകെ ഇരിക്കുന്നതാണോ? മഞ്ഞ. ഓക്കെ, അതും കിട്ടി. ഇനി മോളിൽ കയറി പോണം. മോളിൽ അങ്ങനെ കയറിപ്പോവും? ആ, ഇവിടെ വകയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അതൊരു വലിയ ഡോറാണെന്ന്. അപ്പോഴേ തോന്നിയത്. ചുമപ്പ്, മഞ്ഞ, പച്ച. ഓ, മിഷൻ ആക്ടിവേറ്റ് ആയി. ഓ, നമ്മുടെ മറ്റേ ചുമന്ന കൈയാണ് കേട്ടോ അത്. നമ്മുടെ ഈ രണ്ടാമത്തെ കൈ ഇല്ലേ, ആ സാധനമാ. കൊണ്ട് താഴത്തോട്ടിട്ടുള്ളത്. ഓക്കെ, ആ അത് കൊള്ളാം. ഇപ്പൊ നമുക്ക് 2 കൈയുമായേ. ആഞ്ചൽ വിത്ത് കെയർ. ഇനി എങ്ങോട്ടാ പോണ്ടേ? അതെനിക്കറിയില്ല. ഇതിനകത്ത് തന്നെയാണോ വഴി? അതാ ഇവിടെ ഒരു, അല്ല നമ്മൾ വന്ന വഴിക്ക് ഒരു ചുമന്ന ഒരെണ്ണം ഇല്ലായിരുന്നോ? ഓക്കെ, എന്തായാലും ഇത് നോക്കാം ഫസ്റ്റ്, എന്നിട്ട് അപ്പുറത്ത് പോവാം. ഓക്കെ, സൗണ്ട് കേൾക്കുന്നേ. ഇതൂടെ ഇത് ഇവിടെ ആ കണ്ടക്ടർ ഉണ്ട് കേട്ടോ. കറണ്ടിന്റെ എന്താ പരിപാടി എവിടെ? ഓക്കെ, ഇവിടുന്ന് കണക്ട് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകാനാണെന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ. ഇവിടെ കണക്ട് ചെയ്ത് ഇത്രേ പോകത്തുള്ള. അതായത് നമ്മൾ ഈ പോകുന്ന വഴിയിൽ ആ കണ്ടക്ടറിനെ കണക്ട് ചെയ്യണം. ഓ ഓ ഓ ഓ, ഞാൻ നോക്കട്ടെ. ഇത് ഞാൻ എന്തിനാ ഇങ്ങനെ വന്നു ചെയ്യുന്നത്? ഈ നടുക്ക് നിന്നിട്ട് ചെയ്യാക്കത്തില്ലേ? ഓക്കെ, ദേ 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 തന്നെ പോന്ന്. സംഭവം ഞാൻ കണക്ട് ചെയ്ത് കേട്ടോ. പക്ഷെ ഇപ്പൊ നമ്മളിതാ തന്നെ പോന്ന്. എന്തൂടെ എന്റെ മോനെ, അവിടുന്ന് ഇവിടുന്നൊക്കെ ഏണ്ട് വന്ന് വീഴുന്നു. വേസ്റ്റ് ആണോ? Nobody leaves without a toy. ഓക്കെ, നമ്മളിത് എവിടെ വന്ന? നീഡ്സ് പവർ. ഓക്കെ, ഇവിടെ എന്തു ചെയ്യണ്ടേ? ടോയ് ഉണ്ടാക്കാൻ സ്ഥലമാണോ? ഡു നോട്ട് എൻ്റർ. ഓക്കെ, നോക്കട്ടെ കൈസ്. ഇവിടെ എനിക്കൊരു ഐഡിയ മനസ്സിലാവുന്നില്ല കേട്ടോ എന്തു ചെയ്യണ്ടേന്ന്. മേളിൽ കൂടെ ഒക്കെ വഴിയെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മണ്ടേ കണ്ടക്ടർ ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് ഇതാ മേലോട്ട് കയറിപ്പോകാനായിട്ടൊരു സ്റ്റെപ്പ് കിടപ്പുണ്ട്. നമുക്കത് കയറി നോക്കാം. അല്ല, ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ വല്ല വഴിയുണ്ടോ? ഇല്ല. നമ്മൾ ആദ്യം ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മുന്നോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ, പുതിയ സ്ഥലത്തേക്ക്.
കാസറ്റും എല്ലാം കിട്ടിയ ഇട്ട് നോക്കാമായിരുന്നു. ഓക്കെ, ഇല്ലേ ഇപ്പൊ താഴെ പോയനാട്ടോ. കറണ്ട് കൊണ്ടൊന്ന് കണക്ട് ചെയ്യാനാ. ഇതെങ്ങനെ സംഭവം, ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. ഇത് കത്തിച്ച്, ഇത് മാത്രം കത്തിച്ചാൽ പോരല്ലോ. ഇതും കത്തിക്കണം, ഇതും കത്തിക്കണം. അല്ല, ആ ഞാൻ താഴെ പോയി കഴിച്ചു, ഞാൻ താഴെ പോയി. നമ്മൾ ഈ സാധനത്തിനെ പിടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇതിനെ കണക്ട് ചെയ്യണം, ഇതിനെയും കണക്ട് ചെയ്യണം. പക്ഷെ ഇങ്ങോട്ട് പോകാൻ ഒക്കത്തില്ല. എനിക്കൊന്ന് ഇതിലേക്കൂടെ പോയാൽ ഒരുപാട് ദൂരം നീളം കിട്ടത്തുമില്ല. മാക്സിമം ഇത്രേ പോകത്തുള്ളൂ. ഇതിനെ വലിക്കാൻ ഒക്കത്തില്ല. മാക്സിമം ലെങ്ത് ആയി കേട്ടോ. അപ്പോൾ എങ്ങനെയാ ഇവിടെ നിന്നുകൊണ്ട് ഇതിനെ അങ്ങോട്ട് ഇല്ല, നമുക്കിതിൻ്റെ മണ്ടേ നിന്നുകൊണ്ടും അല്ല, ഈ സൈഡിൽ നിന്ന് ഇതിനെ അങ്ങോട്ട് നീക്കാനും ഒക്കത്തില്ല. അത് നീക്കുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു തോന്നുന്നു. ഈ ഡോർ അങ്ങില്ലായിരുന്നെങ്കിൽ, ഈ ഡോറില്ലാതെ നമുക്ക് അവിടെ നിന്ന് എത്തിപ്പിടിക്കാമായിരുന്നു തോന്നുന്നല്ലേ. നോക്കട്ടെ കൈസ്, എന്തെങ്കിലും വകി കാണാതിരിക്കത്തില്ല. നോക്കട്ടെ, എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിൽ എനിക്ക് എന്തോ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. എത്തുന്നില്ല, ഈ കൈ എത്തത്തുമില്ല. അടേ അങ്ങനെ അല്ലടേ, അത് വേറെ എന്തരോ സംഗതിയാണല്ലേ. ഇവിടെ വരുന്നു, ഇവിടെ നിന്ന് എത്താൻ പറ്റുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. അത് പറ്റത്തില്ല. അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ ഇവിടെ. ഇനിയാ ഓക്കെ, നമ്മൾ എങ്ങും കണക്ട് ചെയ്യുന്നില്ല. അപ്പോഴോ ഓക്കെ, ഒരു ഐഡിയ കിട്ടി. ഇത് തന്നെ വഴി. എടാ എന്നോടാ കളി. ഇതല്ല, ഇതിങ്ങനാണോ? ഇതിനപ്പുറം ചാടിക്കടന്നവനാണി. അയ്യോ, ഞാനിപ്പോ എന്തോരം ചെയ്ത, ഞാൻ മറന്നുപോയി. അതെങ്ങനായിരുന്നു? ഇവിടെ വന്നിട്ട് ഇങ്ങനല്ല ഗൈസ്. നോക്കട്ടെ. അതായത് നമ്മൾ ഫസ്റ്റിൽ എവിടെയും കണക്ട് ചെയ്യരുത്. ഇവിടെ പിടിക്കുന്നു, ഇവിടെ വരുന്നു, എങ്ങും കണക്ട് ചെയ്യാതെ അങ്ങ് അപ്പുറത്ത് പോകുന്നു. എന്നിട്ട് ഈ സാധനത്തിനെ വലിച്ച് ഇവിടെ ഇടുന്നു. എന്നിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്നു, ഇവിടെ വരുന്നു. ഓക്കെ, എന്തോ സംഭവിച്ചു കേട്ടാ. എന്തുകൂടെയാ പോന്നേ? ദേ പവർ ഓണായി, താഴത്തെ പവർ ഓണായി കേട്ടോ. ഓ, നമ്മൾ താഴെ വീണാൽ നമുക്ക് ഡാമേജ് ഒന്നും കിട്ടത്തൊന്നുമില്ല കേട്ടോ. ഞാൻ പോയി താഴെ വീണാൽ ഡാമേജ് കിട്ടുമെന്ന്. പവർ ഓൺ എന്താ ആവാത്തെ? ഓ, അതാ മെഷീനെല്ലാം ഓണായേ. നമ്മളെ ടോയ് മേക്ക് ചെയ്യുന്ന മെഷീനാണ് കേട്ടോ. അതാണ്ട് ഇവിടെ 3 ലിവർ ഓൺ ആയിട്ടുണ്ട്. 1 ഏതാണ്ട് തുറന്നു. ഓക്കെ, 2 ഏതാ പാവകൾ ഇറങ്ങി വരുന്നത്. ഇത് പാവകളല്ല, ഇത് എനിക്ക് പാവയുടെ പല ബോഡി പാർട്സ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇതെല്ലാം എന്താ ഈ മെഷീൻ അകത്തൂടെ പോയി ഇതിലേക്കൂടി ഇങ്ങനെ വരുമ്പോൾ എന്തോ ആയിട്ട് ഇങ്ങനെ വരുമെന്ന് തോന്നുന്നു. എന്തിയേ കാണുന്നില്ലല്ലോ അകത്തോട്ട് പോയിട്ട്. ഇപ്പതാ ഇവിടുന്ന് ഇറങ്ങി വരും കേട്ടാ. വരുന്നു. ഇതിന് മുമ്പ് ഈ പാവയെ ഞാൻ എവിടെയോ കണ്ടതായിട്ടൊരു ഓർമ്മ. ഇപ്പൊ പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റായി കേട്ടോ, വെള്ളം നടത്തി വന്നത്. ഇനി ഇതിനകത്ത് കയറിയിട്ട് ഇതിലേക്ക് കൂടെ വരുമ്പോഴത്തേക്ക് ഫുള്ള് രൂപ സെറ്റ് ആവുമെന്ന് തോന്നുന്നു. ഓക്കെ, പോട്ടെ വണ്ടി പോട്ടെ. ഇത് കൊള്ളാം കേട്ടോ. അകത്തെന്തോ ഇത് അടിച്ച് പൊളിക്കുവാണോ? കണ്ണും കൊണ്ടൊക്കെ നോക്കുന്നു. കുത്തിപ്പൊട്ടിക്ക് ഞാൻ. ലേസറാ?
ഓ ദാ വരുന്ന. ഓ എനിക്ക് തോന്നുന്നു ഗൈസ് ഇതിനെ കൊണ്ട് ഇവിടെ വെക്കാനൊക്കെ നോബഡി ലീവ്സ് വിത്തൗട്ട് എ ടോയ്. ഇവിടെ ഒരു ടോയെ കൊണ്ട് വെക്കാൻ എന്താണ് കേട്ടോ. ഇറങ്ങി വാ മൂനുസേ പെട്ടെന്ന്. ഇതെന്തു ഇവിടെ? ഓ ഈ ഡോർ ഓപ്പൺ ആവേണ്ടതാ കേട്ടോ. ഈ ഡോർ ഓപ്പൺ ആയിട്ടില്ല. അപ്പൊ ഇനി ഇതിനെ കൊണ്ടുവന്ന് ഇവിടെ വെക്കണം. ഓക്കെ സ്കാനിങ്. ഓക്കെ പുതിയൊരു വഴി ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിലേ കൂടെ പോകാൻ തന്നെ അല്ലേ? ടോയ് അക്സെപ്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ പുതിയ വഴി കൂടെ അകത്തോട്ട് പോയാൽ മതി. ഇതേ ഇവിടെ എന്താണ്ട പിങ്ക് കളറിലെ മറ്റേ സാധനത്തിന്റെ രൂപമൊക്കെ വെച്ചേക്കുന്നത്. ഡോറ് ക്ലോസാ. ഈ സാധനം എന്റെ മോനെ ഇതെങ്ങോട്ടാ? അയ്യോ ഈ വഴി അടച്ച്. ഈ വഴി ഓപ്പണായി. ഓടിക്കോ, വെട്ടമൊന്നും ഇല്ലേ കയ്യില് എന്റെ മോനെ. അയ്യോ ഓ ഒരു തരത്തിൽ രക്ഷപ്പെട്ട് ഗൈസ്. അതിന് ഇത്രയും വലിപ്പമുള്ളതുകൊണ്ട് ഇതിനകത്തോട്ട് കയറാൻ ഒക്കത്തില്ല. എന്റെ മോനെ. അയ്യോ ഇതെങ്ങനെ ഡോണ്ട് നെയ്തിയേക്കുന്ന കേട്ടാ. ഞാൻ എന്തായാലും പോവാ. ഇതാണോ വഴി എന്ന് എനിക്കറിയില്ല. നോ നെയ്തിയേക്കുന്ന അടുത്തത്. അയ്യോ പുറകെ ഉണ്ട്. എങ്ങോട്ടേ പോണ്ടേ? അയ്യോ വഴിയില്ല. ഇവിടുന്ന് വഴിയുണ്ട്. അയ്യാ എന്റെ പുറകെ വരുന്നു. എടാ സ്പീഡിന് പോടേ. എന്ത് സ്പീഡ് കുറഞ്ഞേ? ഓക്കെ. സ്റ്റക്കായി വലത്തോട്ട്. അയ്യോ ക്ലോസ് ആയി വഴി. പുതിയൊരു വഴി. അയ്യോ എടാ സ്പീഡിന് പോണോ? അയ്യോ ഇവിടുന്ന് എങ്ങോട്ട് പോയി? ഇവിടുന്ന് എങ്ങോട്ട് പോന്നേ? എനിക്ക് തോന്നുന്നു അതിന് വരാൻ പറ്റത്തില്ലെന്ന് കേട്ടോ. അവിടെ ക്ലോസ് ആയിണ്ടിരിക്കുക. എന്റെ മോന്. അതിന് സംഭവം ഇപ്പോഴേ പിടികിട്ടിയേ. നമ്മുടെ നേരെ മുകളിലൊരു ബോക്സ് ഉണ്ടായിരുന്നു. ആ ബോക്സ് പിടിച്ച് തുറക്കണം. അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ വീണ്ടും ട്രൈ എടുക്കാൻ പോവാം. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഡോറ് അല്ല, നമ്മൾ ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ ആ സാധനം നമ്മുടെ പുറകെ വരുമ്പോൾ എന്താണ് നമ്മൾ ഓടി ആ വഴി കൂടെ കയറി എങ്ങനെയൊക്കെയോ ഞാൻ അതിൽ കൂടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല. എങ്ങനെയൊക്കെയോ എത്തിയതാ. അവിടെ എത്തി കഴിയുമ്പോൾ നമ്മുടെ നേരെ മുകളിലൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് പിടിച്ച് വലിച്ച് താഴെ ഇടുന്നതോ വേണം. അതാ സംഭവം. പക്ഷെ ഞാൻ അത് എനിക്ക് ആദ്യം കണ്ടില്ല. ആ ബോക്സ് ഞാൻ ആദ്യം കണ്ടില്ല. മേലോട്ട് നോക്കിയപ്പോഴാണ് കണ്ടത്. ഇപ്പൊ ഈ ഡോർ അടഞ്ഞേക്കുവാണല്ലോ. ഇത് വരുമ്പോഴാണോ ഒന്ന് ഓപ്പൺ അത് ക്ലോസ് ആവുന്നേ? ഇപ്പൊ ഈ ഡോർ അടഞ്ഞേക്കുവാണല്ലോ. ആ സാധനം ഇറങ്ങി വരുമ്പോഴാട്ടോ ഈ ഡോറ് ഓപ്പൺ ആവുന്നേ. നോക്കട്ടെ. വാടാ. എന്റെ പോരെ ഓടിക്കോടാ. അയ്യോ ആ വഴി ഇനി അതേ വഴി തന്നെ ഞാൻ പോയാ മതിയായിരുന്നു. എനിക്ക് വഴി അറിയാൻ വയ്യതേ. വരുന്നു. അയ്യോ വലത്തല്ല ഇടത്ത്. വഴി മറന്നുപോയി. നേരത്തെ പോയ വഴി മറന്നുപോയി. ഐ നീഡ് യു എലൈവ്. ഇതാരാ ഇങ്ങനെയൊക്കെ എഴുതി കാണിക്കുന്നത്? ഇതെന്തോ അതിനർത്ഥം? ഗെറ്റപ്പ് ഐ നീഡ് യു എലൈവ്. ഓക്കെ ലെറ്റ്സ് ട്രൈ അഗൈൻ. ഫസ്റ്റ് റൗണ്ടിൽ അവിടെ വരെ ചെന്നിട്ട് ഇപ്പൊ എനിക്ക് വഴി മനസ്സിലാവുന്നില്ലടേ. നോക്കട്ടെ. ഓടിക്കോ. താഴെ ചെന്നിട്ട് ഫസ്റ്റ് റൈറ്റോ ലെഫ്റ്റോ? റൈറ്റ് അല്ലേ? ലെഫ്റ്റ് റൈറ്റ്. ഇവിടുന്ന് എങ്ങോട്ടോ? ഇതായിരുന്ന വഴി. അയ്യോ നിക്കല്ലേ. ഉഴിയിലും. അയ്യോ പുറകെ തന്നെ ഉണ്ട്. സ്പീഡിന് മുടക്കണ്ടേ?
ഓ വഴിയടഞ്ഞ് തുറന്ന് എങ്ങോട്ട് പോയാലും ഉണ്ടേ സാധനം. എടാ പതുക്കെ പോതാ, സ്പീഡിന് പോടാ. ഓ റെഡ് ബ്ലൂ, എന്റെ പൊന്നെണ്ണ പിടി. ഓ ഓ എന്റെ മോനെ. ഓ ആ സാധനം താഴെ പോയി ഗൈസ്. എടാ ശരിക്കും പേടിച്ചുകൂടെ ഞാൻ. ആ ഗൈസ്, നമ്മുടെ ഗെയിം സ്റ്റാർട്ടായപ്പോ പറഞ്ഞില്ലേ നമ്മൾ ഈ ഫ്ലവർ കണ്ടെത്തണമെന്നത്. ആ ഫ്ലവർ ആണെന്ന് തോന്നുന്നു കേട്ടോ ഈ കാണുന്നേ. ആ ഫ്ലവറിലേക്ക് പോയി നോക്കാം. ലെറ്റ്സ് ഗോ. ഇനി ഇവിടെ കാണാൻ വല്ലതും ഉണ്ടോ? ഇത് ഇതുവഴിയോ ഇങ്ങനെ തന്നെയാണോ പോന്നേ? ഇതെന്തോടാ? ആ ഒരു കാസറ്റ് കിട്ടിയിട്ടുണ്ടോ കേട്ടോ. ഇവിടെ കുറെ ടോയ്സിനെയൊക്കെ കെട്ടിത്തൂക്കി ഇട്ടേക്കുന്നത്. പക്ഷേ ഈ ടോയ്സിൻ്റെയൊക്കെ ദേഹത്തൊക്കെ ബ്ലഡ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നോക്ക്, ദേഹത്തൊക്കെ ബ്ലഡ്. നോ, റണ്ണ്, സ്റ്റോപ്പ്, ഗോ ബാക്ക്, ഡേഞ്ചർ, ടേൺ അറൗണ്ട്. ഇതിനകത്തോട്ട് കയറരുത് എന്ന് പറഞ്ഞുകൊണ്ട് വാണിംഗ് ചെയ്ത് വെച്ചേക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപകടം എന്തോ ഇതിലും വലിയ അപകടം എന്തോ ഉണ്ടെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് കണ്ടിട്ട്. ഹായ്, നല്ല സ്ഥലം. ഗൈസ്, നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചാണ് ഈ ഗെയിം പ്ലേ കാണുന്നതെങ്കിൽ ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു മ്യൂസിക് ഉണ്ട്. നല്ല രസമുണ്ട് കേൾക്കാൻ. പക്ഷെ ഭയങ്കര വിയേർഡായിട്ടുള്ള മ്യൂസിക് കേട്ടോ. എന്തോ ഒരു നമ്മുടെ ലിറ്റിൽ നൈറ്റ് മെയർസ് ഒക്കെ കളിക്കുമ്പോൾ വരുന്ന പോലത്തെ ഒരു മ്യൂസിക്. എല്ലാം കളിപ്പാട്ടമാണല്ലോ. തലയാണ്. ഇവിടെ എന്തോടെ ഇരുട്ടായി വരുന്നേ. ഒരു ചുമപ്പ് മയം മൊത്തത്തിൽ. അതിനകത്തിരിക്കുന്ന പോപ്പി. ഇതല്ലേ പോപ്പി? ഇതാടേ പോപ്പി. ഉറങ്ങുന്ന മാതിരി ഇരിക്കുന്നു. കണ്ണാടി കൂട്ടിനകത്ത് വെച്ച് അടച്ചേക്കുന്നു. ഇതെന്തോ ചെയ്യാനാ? തുറക്കാനാണോ? ഇത് തുറന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കഴിച്ച്. ഇവിടെ വേറെ വല്ല ഓപ്ഷനും ഉണ്ടോ നോക്കട്ടെ. ഇതാണ് കേട്ടാ പോപ്പി. ഇവിടെ വേറെ ഒന്നും ഞാൻ കാണുന്നില്ല. ഈ ബോക്സ് ഒന്നും തുറക്കാനൊന്നും ഇല്ല. ഇത് തന്നെയാ, തുറക്കാൻ തന്നെയാ. തുറക്കുവാണേ, എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. കണ്ണു തുറന്ന്. ഗൈസ്, അങ്ങനെ പോപ്പി പ്ലേ ടൈമിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എ ടൈറ്റ് സ്ക്വീസ് എന്നായിരുന്നു അതിന്റെ പേര്. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു ഇത്. ഈ ഗെയിമിന് മൊത്തം 4 ചാപ്റ്ററാണുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, 3 ചാപ്റ്റർ കൂടെ ഇനി ബാക്കിയുണ്ട്. ഈ ഗെയിം പ്ലേ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാപ്റ്റർ 2 നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻസിൽ അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ചാപ്റ്റർ ചെയ്യുന്നതായിരിക്കും. ഇതുപോലത്തുള്ള ഗെയിംസ് ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.